അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് നമ്മളുടെ കുടുംബം എന്നുള്ളത്. ഒരു കുടുംബത്തിൻ്റെ തുടക്കം നമ്മൾക്കുണ്ടാകുമ്പോൾ അതിൻ്റെ അവസാനം എവിടെ എത്തിച്ചേരണമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വ ദുർരിയാത്തിഹിം. ഒരു കുടുംബത്തിനകത്തുള്ള എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലാഹു പറയുന്നത് എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സാഹചര്യമുണ്ടാകണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് റഅദിലെ ആയത്താണത്. ആ ഒരു ആയത്തിലൂടെ ഒരു കുടുംബത്തിലെ എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കലാണ് ഒരു കുടുംബത്തിൻ്റെ ലക്ഷ്യമെന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുടുംബം മനോഹരമാകുവാൻ, കുടുംബത്തിൽ സമാധാനമുണ്ടാകുവാൻ സമ്പത്ത് വഹിക്കുന്ന പങ്ക്, വലിയ പങ്ക് സമ്പത്ത് വഹിക്കുന്നുണ്ട്. പക്ഷേ സമ്പത്തിൻ്റെ വിനിയോഗം കൃത്യമായ രീതിയിൽ, ഇസ്ലാം പറഞ്ഞ രീതിയിൽ അത് വിനിയോഗിക്കുമ്പോൾ മാത്രമാണ് അതിലൂടെ സമാധാനമുണ്ടാകുന്നത്. ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന സമ്പത്തിൽ വെച്ച് ഏറ്റവും നല്ല സമ്പത്ത് അയാൾ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഇന്നർ റജുല ഇദാ അൻഫഖ നഫഖത അലാ അഹ്ലിഹി. സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ചെലവഴിക്കുകയാണെങ്കിൽ ആ ചെലവഴിക്കുന്നത് സ്വതക്കയായി പരിഗണിക്കപ്പെടും, അത് സ്വതക്കയായി രേഖപ്പെടുത്തപ്പെടും എന്ന് റസൂലുള്ള നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് കുടുംബത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കേണ്ടതുണ്ട്, കുടുംബത്തിന് വരുമാനമുണ്ടാകേണ്ടതുണ്ട്, ആ സമ്പത്ത് ഏറ്റവും നല്ല സമ്പത്താകേണ്ടതുണ്ട് എന്നൊക്കെയുള്ളത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ, നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. ഇനി ആ സമ്പത്തിനെ കുടുംബത്തിൽ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? അതിന് കുടുംബത്തിൽ മാത്രമല്ല, എവിടെയും ഒരു മനുഷ്യൻ എങ്ങനെയാണ് സമ്പത്ത് ചെലവഴിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ അല്ലാഹു നൽകുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥരായ അടിമകളെക്കുറിച്ച് പറയുന്നിടത്ത്, ദൈവദാസന്മാരെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് അള്ളാഹു പറയുന്നത് വല്ലദീന ഇദാ അൻഫഖു, അവർ ചെലവഴിക്കുമ്പോൾ, ലം യുസ്രിഫു, അനാവശ്യമായി അമിതവ്യയമായി ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടാകൂല, അമിതമായി ചെലവഴിക്കുകയില്ല, വലം യഖ്തുറു, പിടിച്ചു വെക്കുകയില്ല, വകാന ബൈന ദാലിക ഖവാമ, ഇത് രണ്ടിനും ഇടയിൽ അവർ മിതമായി ചെലവഴിക്കുന്ന ആളുകളായിരിക്കും. ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ്. സമ്പത്തുണ്ട്, എങ്ങനെയും നമ്മൾക്ക് ചെലവഴിക്കാം, എൻ്റെ പണമാണ്, ഏത് രീതിയിലും എനിക്ക് ചെലവഴിക്കാം എന്നുള്ള ചിന്തകൾക്കപ്പുറത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ സമ്പത്തിനെ ചെലവഴിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒന്നുകൂടി കടുപ്പിച്ച് പറയുന്ന ഒരു കാര്യം, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ. മുബദ്ദിരീങ്ങളായ ആളുകൾ, അമിതമായി ചെലവഴിക്കുന്നവർ, യാതൊരു കണക്കുമില്ലാതെ സമ്പത്ത് ചെലവഴിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നവർ, അവർ പിശാചിൻ്റെ സഹോദരന്മാരാണ്, അവർ പിശാചിന് തുല്യരായ ആളുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മൾ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ഏറ്റവും മാന്യമായ രീതിയിൽ, അത് കുടുംബത്തിനുള്ളതാകുമ്പോൾ ഏറ്റവും നല്ല പ്രതിഫലം അതിലൂടെ ലഭിക്കുന്നു എന്നതോടൊപ്പം തന്നെ അത് മാന്യമായ രീതിയിൽ, അത് മിതവ്യയത്തോടു കൂടിയാണെങ്കിൽ വളരെ വലിയ ഗുണങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനിയോ സമ്പത്തിൻ്റെ വരുമാനമാണ്. നമ്മളിലേക്ക് സമ്പത്ത് കടന്നു വരുന്ന സമയത്ത് മുൻകാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ പുറത്തോട്ടിറങ്ങിപ്പോകുന്ന സമയത്ത് പറയുന്ന വാക്കുകൾ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകും. ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ ജോലിക്കാണ് പോകുന്നത്, അവിടെ ആ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ അധ്വാനിക്കുമ്പോൾ, സമ്പത്ത് നേടിയെടുക്കുമ്പോൾ, പണം ലഭിക്കുമ്പോൾ ഞങ്ങളുടെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അവിടെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരിക്കൽ പോലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. എന്നിട്ട് അവിടെ പറയുന്ന കാര്യം എന്താ? വലാ തുത്ഇമുനാ ഹറാമൻ, ഹറാമായത് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ഭക്ഷിപ്പിക്കരുത്.
ഞങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിൽ ഹറാമായതുണ്ടാകരുത്, ഹലാലായ രീതിയിൽ സമ്പാദിച്ചത് മാത്രമേ ഞങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുവാൻ പാടുള്ളൂ എന്നിട്ട് പറയുന്ന കാര്യമാണ് ഒന്നുകൂടി ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഞങ്ങൾക്ക് വിശപ്പ് അത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും, വിശപ്പുണ്ടാകുന്നത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും. അത് ഈ ദുനിയാവിൽ മാത്രമായിരിക്കും ഉണ്ടാകുക. ആ ദുനിയാവിൽ വിശപ്പ് എത്ര വേണമെങ്കിലും ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുശേഷം അവർ പറയുന്നത് വലാ നസ്ബിറു അലന്നാർ, നരകത്തെ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല കേട്ടോ, നരകത്തെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഹറാമായ സമ്പത്ത് ഞങ്ങളെ ഭക്ഷിപ്പിക്കുന്ന, ഹറാമായ ഭക്ഷണം ഞങ്ങൾക്ക് നൽകുന്ന സാഹചര്യങ്ങൾ പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഭർത്താവിനുണ്ടാകരുത് എന്ന് ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കുന്ന ധാരാളക്കണക്കിന് സന്ദർഭങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒരു മാതൃകയായിരിക്കണം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മളുടെ കുടുംബത്തിൽ. ആ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ ഉത്തരവാദിത്തമുള്ളത് പുരുഷനാണ്. ആ സാമ്പത്തികമായ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമ്പത്ത്, വരുമാനം ഏത് രീതിയിലാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ധാരണ ഒരു വീടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കുന്ന, അതിൻ്റെ കൈകാര്യകർത്താവായിരിക്കുന്ന ഭാര്യക്കുണ്ടായിരിക്കണം, സഹോദരിക്കുണ്ടായിരിക്കണം, ആ കുടുംബത്തിലെ സ്ത്രീക്കുണ്ടായിരിക്കണം. എന്നാൽ പലപ്പോഴും ഇന്ന് നമ്മളുടെ കുടുംബങ്ങളെ അമിതമായി ബാധിച്ചു കൊണ്ടിരിക്കുന്ന, വളരെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ ഒന്നാണ് ഈ ഇസ്റാഫ് സംഭവിക്കുന്നു എന്നുള്ളത്. ഇസ്റാഫ്, തബ്ദീർ, രണ്ട് വാക്കുകൾ ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. തബ്ദീർ, ഇസ്റാഫ് എന്നുള്ള രണ്ട് വാക്കുകളും ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെയാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. എന്നാൽ പല പണ്ഡിതരും അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ ആ രണ്ട് വാക്കിനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇസ്റാഫ് എന്നുള്ള വാക്കിനെ കുറിച്ച് പറയുന്നത് ഹുവൽ ഇൻഫാഖുൽ മുഫ്രിത്ത് ഗൈറുൽ ദറൂരി അലാ അഷ്യാ ഖദ് ലാ തൽസിം, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് സമ്പത്ത് ചെലവഴിക്കുന്നതിനെയാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസോഴ്സിനെ ചെലവഴിക്കുന്നതിനെയാണ് ഇസ്റാഫ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തബ്ദീർ എന്ന് പറഞ്ഞാൽ യാതൊരു ഉപകാരവുമില്ലാതെ പണം ചെലവഴിക്കുക, യാതൊരു ഉപകാരവുമില്ലാതെ പണം ചെലവഴിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ രണ്ട് രീതിയിലുള്ള അമിതവ്യയങ്ങളും നമ്മളുടെ കുടുംബങ്ങളിലേക്ക് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉപഭോഗ സംസ്കാരത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മളുടെ ലക്ഷ്യത്തിൽ നിന്നും തടയുന്ന, തെറ്റിച്ചു കളയുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അൽഹാക്കുമുത് തകാസുർ, നമ്മൾക്ക് ഒരുപാട് സുപരിചിതമായ ആയത്താണത്. അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിട്ടുണ്ട്. അത്തകാസുർ, പരസ്പരമുള്ള പൊങ്ങച്ചെന്നടിക്കൽ. ഒരു വേള അതിന് വേണമെങ്കിൽ ഉപഭോഗ സംസ്കാരം എന്ന് പറയാം, പരസ്പരമുള്ള മത്സരം എന്ന് പറയാം. അപ്പുറത്തൊരാൾക്ക് അതുണ്ട്, എൻ്റെ വീട്ടിലും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പുറത്തുള്ള സ്ത്രീക്ക് അതുണ്ട്, എൻ്റെ കയ്യിലും ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊരാളുടെ കയ്യിൽ ഈ ഗാഡ്ജറ്റ് ഉണ്ട്, എൻ്റെ കയ്യിലും അതുണ്ടാകേണ്ടതുണ്ട്. മറ്റൊരാളുടെ കയ്യിൽ ഈ വാഹനമുണ്ട്, എൻ്റെ കയ്യിലും അതുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ കടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ, അവിടെ മനുഷ്യൻ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയക്കപ്പെട്ടിട്ടുള്ള ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള കച്ചവട തന്ത്രങ്ങളുമായി ധാരാളം ആളുകൾ മുന്നോട്ട് കടന്നു വരികയും ചെയ്യും. എന്തൊക്കെയാണ് ഇസ്റാഫിൻ്റെ രൂപങ്ങളെന്ന് പറയുന്നിടത്ത് ധാരാളം രൂപങ്ങളെക്കുറിച്ച് മുൻകാലഘട്ടങ്ങളിലുള്ള പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഭക്ഷണത്തിലുള്ള ഇസ്റാഫാണ്. ഭക്ഷണത്തിലുള്ള ഇസ്റാഫ്, നമ്മളാരും ധാരാളമായി ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ല, ഒരുപാട് ഭക്ഷിക്കുന്ന ആളുകളല്ല. അതോടൊപ്പം തന്നെ ആ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മളുടെ ആരോഗ്യ കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളുകളുമാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് കഫാ ബിൽ മർഇ സറഫൻ, ഒരു മനുഷ്യന് അമിതവ്യയം കാണിക്കുക എന്നുള്ളത് മതി. അയ്യകുല കുല്ല മഷ്തഹ, അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം, ഇഷ്ടപ്പെടുന്നതെല്ലാം അവൻ കഴിക്കല് അവനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു അമിതവ്യയമായി കണക്കാക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ആ റമദാൻ മാസം കഴിഞ്ഞ് എൻ്റെയൊക്കെ നാട്ടിലൂടെ കോഴിക്കോട്ട് ആ ടൗൺ ഏരിയകളിലേക്ക് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് തറാവീഹ് കഴിഞ്ഞ് നമ്മൾ ആ റോഡിൻ്റെ ഭാഗത്ത് കൂടി പോകുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുവാനുള്ള നീണ്ട വരികൾ നമുക്ക് കാണാൻ സാധിക്കും.
പലപ്പോഴും അത് പലയിടങ്ങളിലേക്കും കടന്നു വരുന്നുണ്ട്. എന്തിനാ ആ വരി നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭക്ഷണം കിട്ടാത്ത ആളുകൾക്ക് നൽകുന്ന ക്യൂ ആണ് എന്നാണ്. അല്ല, ഇഷ്ടപ്പെട്ട ഭക്ഷണം കൂടുതലായി കഴിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു വരിയായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഈ ഒരു വാക്ക് നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുക എന്നുള്ളത് മാത്രം മതി ഒരു മനുഷ്യനെ ഇസ്റാഫിലേക്ക് എത്തിച്ചേരുവാൻ എന്നുള്ളതാണ്. അതായത് അത് വല്ലാത്ത ഒരു അപകടമായി നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒന്നാമത്തത് മറ്റുള്ളവരെ അനുകരിക്കാനുള്ള വല്ലാത്ത ശ്രമങ്ങളാണ്. മറ്റുള്ളവരെ അനുകരിക്കാനുള്ള വല്ലാത്ത ഒരു വെമ്പലുണ്ടാകുകയാണ്. മറ്റൊരാളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള സംഗതികളുണ്ട്, അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എങ്കിൽ ഞങ്ങളും ചെയ്യേണ്ടതുണ്ട്. അവർ ഈ മേഖലകളിലൂടെ കടന്നു പോകുന്നുണ്ട്, എങ്കിൽ ഞങ്ങളും ഇതിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്തയിലേക്ക് ആളുകൾ പോവുകയാണ്. എന്നിട്ടോ അവരെ ധാരാളമായി അനുകരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാണ്. രണ്ടാമത്തെ ഒരു കാര്യം, കുടുംബത്തിനകത്ത് ഇസ്രാഫ് ഉണ്ടാകുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ആഗ്രഹങ്ങൾ വല്ലാതെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്? മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആഗ്രഹങ്ങളെ ഉണ്ടാക്കുവാൻ പിശാച് ഉപയോഗിക്കുന്ന വളരെ തന്ത്രപ്രധാനമായ വഴികളെക്കുറിച്ച് പണ്ഡിതർ പറയുന്നത് ഒന്ന് നോട്ടമാണ് എന്നാണ്. നമ്മളൊരു മൊബൈൽ ഫോൺ എടുക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു ന്യൂസ് ഇങ്ങനെ കാണുക, അതല്ലെങ്കിൽ ഒരു വീഡിയോ ഇങ്ങനെ കാണുക, അതിനിടയിലൂടെ വരുന്ന ആഡുകൾ ഉണ്ടാകും. നമ്മളുടെ സംസാരങ്ങൾക്കനുസരിച്ച് ആ ആഡുകൾ മാറിക്കൊണ്ടിരിക്കും. നിരന്തരം ഒരേ രീതിയിലുള്ള പ്രോഡക്റ്റുകളെ നമ്മളെ നിരന്തരം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് അതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമയത്ത് നമ്മളോട് പറയുന്നുണ്ട്, ആദമിൻ്റെ പുത്രൻ മനുഷ്യൻ അവനോളം തന്നെ അവൻ്റെ ആഗ്രഹങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. അവൻ എത്ര കാലമാണോ വളരുന്നത് അത്രത്തോളം അവൻ്റെ ആഗ്രഹങ്ങളും വളർന്നുകൊണ്ടിരിക്കും. എന്നിട്ടോ അവൻ്റെ ആഗ്രഹങ്ങൾ അവസാനിക്കുവാൻ സാധിക്കുക എപ്പോഴാണ്? അവൻ്റെ വയറിൽ മണ്ണ് നിറയുമ്പോഴാണ്. അതായത് മരണം മാത്രമേ അവൻ്റെ ആഗ്രഹങ്ങളെ ഇല്ലാതെയാക്കുകയുള്ളൂ. ഇനി നമ്മൾ ആഗ്രഹിച്ച് ഒരു സംഗതി നമ്മളിലേക്ക് കടന്നു വന്നു. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ആജിലത്ത് എന്നുള്ളതാണ്. വളരെ ധൃതിയിൽ കടന്നു പോകുന്നത്, പെട്ടെന്ന് കടന്നു പോകുന്നത്. അത് ഈ ആഗ്രഹത്തിൻ്റെ കാര്യത്തിലേക്കും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ദുനിയാവിൽ നമ്മൾ വളരെ ആഗ്രഹിച്ച് ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് അതിനുവേണ്ടി ഒരുപാട് ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ആ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ എത്തുന്ന സമയത്ത് അതിൻ്റെ, നമ്മളൊക്കെ നാട്ടിൽ പറയുന്നൊരു വാക്ക്, അതിൻ്റെ അതിർപ്പം വളരെ കുറച്ച് കാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വേറൊരാൾക്ക് അതിനേക്കാൾ പുതിയതെടുത്താൽ നമുക്ക് അതിനോടുണ്ടാകുന്നൊരു ഇഷ്ടം പോയി, പിന്നീട് അടുത്ത ഒരു സാധനത്തിനോട് നമ്മളുടെ ആഗ്രഹം വന്നു. അവിടെയാണ് ആഗ്രഹങ്ങൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ആഗ്രഹങ്ങൾ ജനിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കച്ചവട തന്ത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മാർഗം. അത് നമ്മളുടെ നോട്ടം കൊണ്ട് അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായും ആ ആഗ്രഹങ്ങളിൽ മനുഷ്യൻ വീണുപോകും. അവസാനം നമുക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നുള്ള ചിന്തകൾക്കപ്പുറത്തേക്ക് ആ സാധനങ്ങൾ എന്താണെങ്കിലും അത് വാങ്ങിയിട്ട് അവസാനം ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നറിയാത്ത ആളുകളുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പല വസ്തുക്കൾ നമ്മളിങ്ങനെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ നമ്മളുടെ മുന്നിലുണ്ട്. വിവിധങ്ങളായിട്ടുള്ള ഇ-കോം പ്ലാറ്റ്ഫോമുകൾ നമ്മളുടെ മുന്നിലുണ്ട്. പല വീടുകളും നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ വീട്ടിൽ വിരുന്നുകാർ വരുന്നതിനേക്കാൾ കൂടുതൽ ഡെലിവറി ബോയ്കൾ വരുന്നുണ്ട്. എന്തിനാ? ആ സാധനം വാങ്ങുന്നു, പറ്റൂല എന്ന് വിചാരിക്കുന്നു, മാറ്റുന്നു, അടുത്തത് വാങ്ങുന്നു, എന്നിട്ട് അതും പറ്റൂല എന്ന് വിചാരിക്കുന്നു, മാറ്റുന്നു. അവസാനം ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് എന്നറിയാതെ, അതിൻ്റെ യൂസർ ഗൈഡ് പോലും വായിക്കാൻ അറിയാതെ ഒരുപാട് പ്രോഡക്റ്റുകൾ മൂലക്കലിട്ടിരിക്കുന്ന വീടുകൾ നമ്മളുടെ നാട്ടിൽ പലതുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മറ്റൊന്നല്ല, ഈ കച്ചവട തന്ത്രത്തിൽ വീണു പോകുന്നത് കൊണ്ടാ. നേരത്തെ പറഞ്ഞിട്ടുള്ള തകാസുറിൽ വീണു പോകുന്നത് കൊണ്ടാ. എനിക്കതുണ്ട്, അവർക്കതില്ല, അവരുടെ വീട്ടിൽ അതുണ്ട്, എൻ്റെ വീട്ടിൽ അതില്ലാത്തത് വലിയ കുറച്ചിലാണ് എന്നുള്ള ചിന്ത നമ്മളിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അനുകരണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഉപഭോഗ സംസ്കാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. മൂന്നാമത്തത് ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഇതൊക്കെ ഇത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ഈ ഇസ്രാഫ് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഇനി ഈ കാരണങ്ങളെ മനസ്സിലാക്കിയാൽ
ഈ പ്രശ്നത്തെ മനസ്സിലാക്കിയാൽ ഒരു വിശ്വാസി ചെയ്യേണ്ട പ്രവർത്തനം എന്താ, അതിൻ്റെ പരിഹാരം എന്താണ് എന്ന് തേടണം. ഈ ഒരു പ്രയാസത്തെ എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തകൾ ഉണ്ടാകണം. അതിന് പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്നും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ച് നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. ഒന്നാമത്തത് സഹോദരങ്ങളെ, നമ്മൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് തിരിച്ചറിയുക. ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ബോംബും നമ്മളുടെ ശരീരത്തിലേക്ക് വീഴുകയില്ല എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലൊരു ഭക്ഷണം നമ്മൾക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ഭക്ഷണം തേടി ഇറങ്ങേണ്ട സാഹചര്യമില്ല. നമ്മൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തേടി റോട്ടിലിറങ്ങി നടക്കേണ്ട സാഹചര്യമില്ല. സുമ്മല തുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം എന്നുള്ള ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ നൽകുന്ന ഒരു ചരിത്രമുണ്ട്. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കിടന്നിട്ടുറക്കം വരാതെ ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ റസൂലുള്ളാഹിയെ എപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭക്ഷണം നൽകിക്കൊണ്ട് സഹായിക്കുന്ന സഹാബിയാണ് അബൂ അയ്യൂബിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആ വീട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ ഒരു ഈന്തപ്പന കാണുന്നുണ്ട്. റസൂലുള്ള ആ ഈന്തപ്പനയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഉമറെ, അതിൻ്റെ മേലെ കയറാനുള്ള തോക്കത്ത് നിനക്കുണ്ടോ എന്ന് പറഞ്ഞാൽ വിശന്നിട്ടാ പുറത്തിറങ്ങുന്നത്, കിടന്നിട്ട് ഉറക്കം വരാഞ്ഞിട്ടാ പുറത്തിറങ്ങുന്നത്. ആ മരത്തിൻ്റെ മേലെ കയറിയിട്ട് ഒരു കുല കാരൊക്കെ പറിച്ചെടുക്കാൻ ഉള്ള ആവതുണ്ടോ എന്നാണ് ചോദ്യം. ഉമർ റളിയല്ലാഹു അൻഹു അതിന് മുതിരുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് അബൂ അയ്യൂബിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. ആ കടന്നു വന്നുകൊണ്ട് ഒരു കുല കാരക്ക 3 പേർ കൂടി പങ്കിട്ടെടുത്ത് കഴിച്ച് കുറച്ച് പച്ചവെള്ളവും കുടിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, ഈ അനുഗ്രഹത്തെക്കുറിച്ച് നാളെ ചോദിക്കട്ടോന്ന്. ഈ അനുഗ്രഹത്തെക്കുറിച്ച് നാളെ ചോദിക്കും കേട്ടോ എന്ന് പറയുന്ന ഒരു സാഹചര്യം, ചരിത്രം ഈ ഒരു ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. അത് പലപ്പോഴും ഇങ്ങനെയുള്ള ബോധമുണ്ടായിട്ടും മക്കളുടെ ഒരു ആഗ്രഹമല്ലേ വിചാരിച്ചിട്ട് പലപ്പോഴും രക്ഷിതാക്കൾ അതിൽ വീണു പോകും. മക്കളുടെ ഒരു ആഗ്രഹമല്ലേ, അതിപ്പോൾ എങ്ങനെ ഇല്ലയെന്ന് പറയുക, അതിപ്പോൾ എങ്ങനെ വേണ്ടെന്ന് പറയുക, അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ആലോചിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അവിടെയാണ് നമ്മൾ മറ്റൊരു ചരിത്രം മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹിയുടെ അടുക്കിലേക്ക് തഴമ്പിച്ച കയ്യുമായി, തഴമ്പ് വന്ന് പൊട്ടിയ കയ്യുമായി ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ മക്കളെയും ഇഷ്ടമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും ആ രീതിയിൽ വളരെ വലിയ ഇഷ്ടമാണ്. റസൂലുള്ളാഹി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്കൊക്കെ കടന്നു വരുന്ന സമയത്ത് അവിടെ പോയി സ്വീകരിച്ച് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് തൊട്ടടുത്തിരുത്തിയിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അവിടെ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത് എന്തിനാ? പ്രവാചകരെ, ഉപ്പ എനിക്ക് ഖാദിമിനെ നിങ്ങൾ തരണം. ഖാദിം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വേലക്കാരനെ തരണം. അങ്ങനെ ഒരു വേലക്കാരിയെ നിങ്ങൾ എനിക്ക് ഏർപ്പാടാക്കി തരണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്നത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ചിന്തയെ അവിടെ റസൂലുള്ളാഹി മാറ്റുന്നത് സാമൂഹികമായൊരു ചിന്ത നൽകിക്കൊണ്ടാണ്. നമ്മളുടെ മക്കളുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും അവരുടെ മാത്രം ആഗ്രഹങ്ങളായിരിക്കും. ആ വീട്ടിലുള്ള ആളുകൾക്ക് അതുണ്ട്, എനിക്കതില്ല. ആ വീട്ടിലുള്ള ആളുകൾക്ക് ഫോണുണ്ട്, എൻ്റെ ക്ലാസ്സിലുള്ള സഹപാഠി വാഹനത്തിൻ്റെ മേലെയാണ് വരുന്നത്. അതൊക്കെ അവർക്ക് വാങ്ങുവാനുള്ള അവസരങ്ങളുണ്ട്, അതിനെക്കുറിച്ചായിരിക്കും പരാതി പറയുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. ഫാത്തിമ, ഞാൻ നിനക്ക് ഒരിക്കലും ഒരു ജാരിയത്തിനെ തരൂല. വഅദഉ അഹ്ലസുഫ, അഹ്ലസുഫ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. മദീനയിലെ പള്ളികളിൽ കിടക്കാൻ സ്ഥലമില്ലാതെ ഒരു രോമകുപ്പായം മാത്രം ഉടമസ്ഥപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരങ്ങനെ ഉണ്ടായിരിക്കെ ഫാത്തിമ, ഞാൻ നിനക്ക് എങ്ങനെയാണ് ഒരു ഖാദിമിനെ തയ്യാറാക്കി തരിക, ഒരു ജാരിയത്തിനെ നൽകുക, ഒരു വേലക്കാരിയെ ഉണ്ടാക്കി തരിക? അവിടെ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആഗ്രഹത്തിനപ്പുറത്തേക്ക് വളരെ കൃത്യമായ ഒരു സാമൂഹികമായ ചിന്ത നൽകുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയുമാണ് ചെയ്യുന്നത്.
ഇത് നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ്. അവനവൻ്റെ മാത്രം പ്രശ്നമായി, അവനവൻ്റെ മാത്രം പ്രയാസങ്ങളുമായി നമ്മളെ സമീപിക്കുന്ന നമ്മളുടെ കുട്ടികളിലേക്ക് നമ്മൾ നൽകേണ്ട വളരെ പ്രധാനപ്പെട്ട ചിന്തകളിലൊന്നാണ്. നമ്മളെക്കാൾ പ്രയാസം സഹിച്ചുകൊണ്ട് നമ്മളുടെ നാടുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. ആ ജീവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മളുടെ മക്കൾക്ക് നൽകുന്ന സമയത്ത് സഹോദരങ്ങളെ, അത് ഏറ്റവും മനോഹരമായി തീരും. രണ്ടാമത്തെ ഒരു കാര്യം, അത് വേറൊന്നല്ല, കുടുംബത്തിൻ്റെ പുരുഷന്മാരുടെ ഉത്തരവാദിത്വം പുരുഷന്മാർ വളരെ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അവിടെ ആ ആയത്തിനെ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത്, സാമ്പത്തികമായ ക്രയവിക്രയങ്ങളുടെ ഉത്തരവാദിത്വം പുരുഷൻ ഏറ്റെടുക്കേണ്ടതുണ്ട്. എൻ്റെ വീട്ടിലേക്ക് അനാവശ്യമായ ഒരു ചെലവ് വരാൻ പാടില്ല. എൻ്റെ വീട്ടിലേക്ക് ആരുടെ ആഗ്രഹത്തിൻ്റെ പേരിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് തബ്ദീറാകുന്ന രീതിയിൽ, ഇസ്റാഫാകുന്ന രീതിയിൽ എൻ്റെ കുടുംബത്തിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ചെലവും ഉണ്ടാകുവാൻ പാടില്ല എന്ന് ഒരു പുരുഷൻ ഉത്തമമായ ബോധമുള്ളവനായിരിക്കണം. പലപ്പോഴും ഇത് പറയുമ്പോൾ ഒരു സങ്കടമുണ്ട്, എന്നാലും പറയാണ്, പലപ്പോഴും പല കുടുംബത്തിലും ഈ തബ്ദീറും ഇസ്റാഫും നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ സംസാരിക്കേണ്ടവർ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് തടയേണ്ടവർ തടയുന്നില്ല എന്നുള്ളതാണ്. അത് തടഞ്ഞാൽ ഞാൻ മുരടനായി പോകുമോ എന്നുള്ള ചിന്ത പിതാക്കളിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ്. കൂടുതലായും എന്നിലേക്ക് എത്ര സമ്പത്താണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണ ആ പിതാവിനുണ്ടായിരിക്കണം. ഒരു സ്കൂളിൽ ഒരു ക്ലാസിൻ്റെ സമയത്ത് രക്ഷിതാക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രധാനപ്പെട്ട പരാതി എന്താണ് എന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ 1-2 കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്, ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ള വീട്ടിലുള്ള ആളുകളൊക്കെ യാത്ര പോകുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ യാത്ര ഒന്നും ഉണ്ടാകാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തതാണ്. നമ്മളുടെ ഒരു ചെറിയ കുടുംബം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് ഒരു 300-400 രൂപ ബില്ലാകുന്നുണ്ട്. ഒരു യാത്രയിൽ അവിടെ വരെ പോയി വരാനുള്ള പെട്രോൾ, അതോടൊപ്പം തന്നെ മറ്റുള്ള ചെലവുകൾ എല്ലാം എടുത്ത് നോക്കുന്ന സമയത്ത് 2000-3000 രൂപ ഒരു ചെറിയ യാത്രയ്ക്ക് ചിലവാകും. ഉപ്പയുടെ ശമ്പളം എത്ര ആയിരിക്കും? ആ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഉപ്പയ്ക്ക് ഒരു ദിവസം 500 രൂപയാണ് ശമ്പളം ഉള്ളത്. അതായത് ഒരു യാത്ര പോകണമെങ്കിൽ ആ പിതാവ് 4 ദിവസങ്ങൾ അധ്വാനിച്ച പണം ആ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണം. ഇങ്ങനെ ഒരു ചിന്ത കൂടി മക്കളിലേക്ക് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ. ആ മക്കൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത്രയേറെ പ്രയാസപ്പെട്ടിട്ടാണ് നമ്മളിലേക്ക് സമ്പത്ത് കടന്നു വരുന്നത് എന്നുള്ള ഒരു ചിന്ത സഹോദരങ്ങളെ നമ്മളുടെ മക്കളിലേക്ക് ഇട്ടുകൊടുക്കുന്ന സമയത്ത് അവർ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം പരാതിയായി നമ്മളുടെ ജീവിതത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടാകൂല. ഇനി നോക്ക് നിങ്ങൾ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗദ്ദുൽ ബസ്ർ എന്നുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, ആളുകൾ നമ്മളോട് നമ്മളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ജനിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട തന്ത്രം നമ്മളുടെ കണ്ണുകളെ അതിലേക്ക് കൂടുതലായും ഉടക്കിയിടുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്കതില്ലല്ലോ എന്ന് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നൊരു വാക്കുണ്ട്, വലാ തമുദ്ദന്ന ഐനൈക, നീ നിൻ്റെ കണ്ണുകളെ കൊണ്ടുപോയി വെക്കരുത്, നീ നിൻ്റെ കണ്ണുകളെ നീട്ടരുത്, ഇലാമാ മത്തഅനാ ബിഹി, നാം ധാരാളം സൗകര്യങ്ങൾ നൽകിയിട്ടുള്ള, സുഖാനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള ആളുകളുടെ അടുക്കലേക്ക് നീ നിൻ്റെ കണ്ണുകളെ കൊണ്ടുപോയി വെക്കരുത്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട്. കടന്നു വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കിടന്നിട്ടുള്ളതിൻ്റെ അടയാളം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട്. ആ കിടന്നിട്ടുള്ളത് ഈന്തപ്പന നാര് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കട്ടിലിൻ്റെ മേലെയാണ് റസൂലുള്ള കിടക്കുന്നത്. ആ കട്ടിലിൻ്റെ മേലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി എണീറ്റിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ ഈന്തപ്പനയുടെ അടയാളങ്ങൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണ് വല്ലാതെ ചുവക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. കാരണം 2 വികാരങ്ങളാണ് അവിടെ വരുന്നത്. ഒന്ന് സങ്കടമാണ്, ആ സങ്കടത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദേഷ്യമാണ്. ഈ 2 വികാരങ്ങളും സമ്മിശ്രമായി ഉമർ റളിയല്ലാഹുവിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്താണ് അതിനുള്ള കാരണം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം, പ്രവാചകരെ, നിങ്ങളാണോ അഷ്റഫുൽ ഖൽഖ്, അതല്ല കിസ്റ കൈസർ ചക്രവർത്തിമാരാണോ അഷ്റഫുൽ ഖൽഖ്? ആ ഉമർ റളിയല്ലാഹുവിനോട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, ഉമറേ, അവർക്ക് ദുനിയാവിൽ നൽകിയത് നമ്മൾക്ക് ആഖിറത്തിൽ നൽകുന്നതിനെക്കുറിച്ചുള്ള നിന്റെ ചിന്ത എന്താ? അവർക്ക് ദുനിയാവിൽ നൽകിയത് നമുക്ക് ആഖിറത്തിന് നൽകുന്നതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അദ്ദേഹം അവിടെ പറയുന്നത് അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതിയും. അങ്ങനെ ക്ഷമിക്കാൻ തയ്യാറാകണം. അതായത് പരലോകബോധം നൽകേണ്ടതുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും നമ്മളുടെ കുടുംബത്തെ നാളെ പരലോകത്തിൽ ഓരോ അനുഗ്രഹങ്ങൾക്കും മറുപടി പറയേണ്ടവരാണ് എന്നുള്ള ചിന്തയിലൂടെ നമ്മളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. ആ പരലോക ബോധമുണ്ടാകുമ്പോൾ സഹോദരങ്ങളെ, ദുനിയാവിൽ നമുക്ക് ലഭ്യമാകാത്ത, നമുക്ക് ലഭിക്കാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടുന്ന, കൂടുതൽ പരാതി പറയുന്ന ഒരു സാഹചര്യം നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ കുടുംബത്തെ നമ്മൾ വാർത്തെടുക്കുമ്പോൾ ഈ പറയുന്ന ഇസ്രാഫിൽ നിന്നും തബ്ദീറിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുവാനും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും കൂടുതലായി മറ്റുള്ള നോട്ടങ്ങളിലേക്ക് പോകാതെ അള്ളാഹുവിനെ കുറിച്ച് മാത്രം ആലോചിക്കുവാനും നമ്മൾക്ക് ആവശ്യമുള്ളത് ഏതാണോ ആ ആവശ്യമുള്ള സംഗതികളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ഒരു കുടുംബത്തിനെ പ്രാപ്തമാക്കുവാൻ അതുകൊണ്ട് സാധിക്കും. മറ്റൊന്ന്, നമ്മളുടെ കുടുംബത്തിൽ നിന്ന് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ് സ്വതക്ക ചെയ്യുക എന്നുള്ളത്. ചെലവഴിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സബയിലെ 39-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ ചെലവഴിച്ചാൽ അത് കുറഞ്ഞു പോകുമെന്ന് വിചാരിക്കേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പകരം നൽകും. ഈ ഒരു ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഒരു ഹദീസ് കൂടെ ചേർക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ആ ഹദീസിലൂടെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ്, നമ്മളുടെ മനസ്സിനോട് പറഞ്ഞു തരികയാണ്. ആ കാര്യം ഒരു സ്വതക്കയും വമാ നഖസത് സ്വതഖത്തും മിമ്മാൽ, ഒരു സ്വതക്കയും ഒരു ധനത്തിൽ നിന്നും കുറവ് വരുത്തിയിട്ടില്ല. അതായത് സ്വതക്ക നൽകുക എന്നുള്ളത്, സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത്, ആ സമ്പത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആയിത്തീരുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെയും അങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സമ്പത്തിൽ നിന്ന് യാതൊരു കുറവുമുണ്ടായിരിക്കുകയില്ല എന്നുള്ള ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതുണ്ട്. ആ രീതിയിൽ സഹോദരങ്ങളെ, നമ്മളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഇസ്രാഫിനെ തടയുകയും ഉത്തരവാദിത്വം നിർവഹിക്കുകയും ഹലാലായ സമ്പത്ത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹ് ഒരു ഹദീസിൽ പറയുന്നൊരു കാര്യമുണ്ട്, ആ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹ് ഹദീസിൽ പറയുന്നു, ലാ തസൂലു ഖദമ അബ്ദിൻ, അടിമയുടെ 2 കാലുകളും ചലിക്കുകയില്ല ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ. ആ ചോദ്യങ്ങളിൽ ഒന്ന് റസൂലുള്ളാഹ് പറയുന്നത് സമ്പത്തിനെ കുറിച്ചാണ്. എവിടെ നിന്ന് ലഭിച്ചു, എങ്ങനെ ചെലവഴിച്ചു. അപ്പോൾ ചെലവഴിക്കൽ നമ്മളുടെ ഇഷ്ടമല്ല, ചെലവഴിക്കൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ ഇസ്രാഫിലേക്ക് പോകാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണമായി പറയാറുള്ളത് നമ്മളുടെ കുടുംബത്തിൻ്റെ സന്തോഷമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇൻഷിഖാഖിൽ 2 സന്തോഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വ അമ്മാമൻ ഉതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. പരലോകത്തിൽ വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകൾ, ആ ഗ്രന്ഥം ലഭിച്ച ആളുകൾ സ്വന്തം കുടുംബക്കാരുടെ അടുക്കലേക്ക് വളരെ സന്തോഷത്തോടു കൂടി കടന്നു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. നമുക്കൊന്ന് അതിനെ ഇമാജിൻ ചെയ്യാം. നമ്മളൊരു മാതാവാണെങ്കിൽ, പിതാവാണെങ്കിൽ, മക്കളുടെ അനാവശ്യമായ ആഗ്രഹങ്ങളെ മാറ്റിവെച്ചതിൻ്റെ പേരിൽ, ആ ആഗ്രഹത്തിൽ വീണു പോകാത്തതിൻ്റെ പേരിൽ നാളെ പരലോകത്തിലെത്തുമ്പോൾ നമ്മളുടെ മക്കളുടെ, അതല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൻ്റെ കർമ്മരേഖ വലത് കൈയിൽ ലഭിക്കുന്ന സമയത്ത് ആ മക്കൾ, ആ കുടുംബം നമ്മളുടെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്നൊരു സംസാരം അല്ലേ, നിങ്ങളോടൊപ്പം ജീവിച്ചത് കൊണ്ടാണ് എൻ്റെ കർമ്മരേഖ വലത് കൈയിൽ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം പറയുന്നൊരു കാര്യമുണ്ട്. വ അമ്മാമൻ ഉതിയ കിതാബഹു വറാ അൽഹരി ഫസൗഫ യദ്ഉ സബൂറ വയസ്ലാ സഈറ ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. അവർ അവരുടെ കുടുംബത്തിൽ സന്തോഷവാന്മാരായി കഴിഞ്ഞ ആളുകളായിരുന്നു. സഹോദരങ്ങളെ, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, അതിൽ മാത്രമായി പോകരുത് നമ്മളുടെ ചിന്ത. കുടുംബത്തിൽ അവർ സന്തോഷവാന്മാരായിരുന്നു, പക്ഷേ പരലോകത്തിലെത്തുമ്പോൾ ആ സന്തോഷം നിലനിന്നില്ല, ആ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ടാ നിങ്ങൾ ഒന്നടങ്കം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന മറുപടി ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ടാണ്. ദുനിയാവിലെ പല വിഷയങ്ങളിലും നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ടാണ്. അമിതമായ പല ആഗ്രഹങ്ങൾ ഉണ്ടായപ്പോഴും
അതിൽ ക്ഷമിച്ചു നിന്നതുകൊണ്ടാണ്. സഹോദരങ്ങളെ, ആ ക്ഷമയും സന്തോഷവും ഇസ്ലാമികമായ സംസ്കാരവും നമ്മളുടെ കുടുംബത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് കുടുംബം ഒന്നടങ്കം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക. ആ രീതിയിൽ നമ്മളുടെ കുടുംബത്തെ ആക്കി തീർക്കുവാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സാഹചര്യം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമ്മളുടെ നാട്ടിലൊരു യുദ്ധവും നടന്നിട്ടുള്ള, നമ്മളുടെ നാട് മറ്റൊരു രാജ്യവുമായി ചെയ്തിട്ടുള്ളൊരു യുദ്ധത്തിൻ്റെ ഒരു ലാഞ്ചന പോലും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ആദ്യത്തെ ഒരു തരത്തിലുള്ള സ്വാധീനമുണ്ടാകുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മളിലാണ്. നല്ല ഒരു ജീവിതമൊക്കെ ആലോചിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പോയിട്ടുള്ള ആളുകൾ അവിടെ എത്തിച്ചേരുമ്പോൾ പലരും ആശങ്കയിലുള്ള സാഹചര്യമുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ആ നാട്ടിലുള്ള പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആ നാട്ടിലും ലോകത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. മക്കളിലും ഇണകളിലും അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഒരു പരിശുദ്ധ റമദാൻ മാസത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.